അൽഫാം മന്തി, ഫിഷ് ഗ്രിൽ, തന്തൂരി, ബിരിയാണി കൂടാതെ എല്ലാവിധ ജ്യൂസുകളും. ദർബാർ ഫാമിലി റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് രുക്മിണി കല്യാണ മണ്ഡപം, ഗുരുവായൂർ റോഡ്, പട്ടാമ്പി. ഒറ്റപ്പാലം താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ വനിതാ സമാജങ്ങളുടെയും വനിതാ സ്വയം സഹായ സംഘങ്ങളുടെയും യോഗം ചേർന്നു. കൂടുതൽ വനിതാ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. കരയോഗ അംഗങ്ങളുടെ കീഴിലുള്ള വനിതാ സമാജങ്ങളുടെയും വനിതാ സ്വയം സഹായ സംഘങ്ങളുടെയും പ്രവർത്തനം ശക്തമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി നാരായണന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N രവീന്ദ്രനാഥ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് K കോമളം, P പുഷ്പലത ടീച്ചർ, സുശീല രവിശങ്കർ, ധനലക്ഷ്മി ബാങ്ക് മൈക്രോ ക്രെഡിറ്റ് ഓഫീസർ അനിൽ, ബാങ്ക് മാനേജർ രാജേഷ്, വിജയകുമാരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അതുകൊണ്ട് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എന്താണെങ്കിൽ ഓരോ കരയോഗത്തിന്റെയും വനിതാ സമാജത്തിന്റെ ഭാരവാഹികൾ ശ്രദ്ധിക്കേണ്ടത്. വനിതാ സമാജവും സ്വയം സഹായ സംഘങ്ങളും എന്ന് പറയുമ്പോൾ വേർതിരിവ് നിങ്ങൾ മനസ്സിലാക്കണം. വനിതാ സമാജത്തിന്റെ അണ്ടറിലാണ് വനിതാ സ്വയം സഹായ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ വനിതാ സമാജമാണ് സ്വയം സഹായ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നമുക്ക് സമയം വളരെ പരിമിതമാണ്. അതുകൊണ്ട് വളരെ ചുരുക്കി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും വളരെ വിശദീകരിക്കാൻ സമയമെടുക്കും. 2:30 പറഞ്ഞാണെങ്കിൽ തുറക്കുമ്പോൾ തന്നെ 2:50 നിങ്ങളുടെ കുറ്റമൊന്നുമല്ല. ഞങ്ങളോട് 1:30 ചിലപ്പോൾ 1:30 ഞങ്ങൾ എല്ലാവരും ഇവിടെ ഹാജരായിട്ടുണ്ട്. നിങ്ങളിൽ പലരും വന്നവരുടെ സമയത്ത് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ പലരും വൈകിട്ടാണ് എത്തിയത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയിട്ടുള്ള സമയം വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം പറയാം. ആദ്യമായിട്ട് വനിതാ സമാജം ചെയ്യേണ്ടത് എന്താണെങ്കിൽ സ്വയം സഹായ കരയോഗത്തിൽ അംഗത്വം എടുത്തിട്ടുള്ളതായിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും സ്വയം സഹായ സംഘത്തിൽ അംഗമാണ്. അതിന് നിലവിലുള്ള സംഘങ്ങൾ അപര്യാപ്തമാണെങ്കിൽ കൂടുതൽ സംഘങ്ങൾ രൂപീകരിക്കണം. മാർച്ച് 31 ശേഷം 24 മാർച്ച് 31 ശേഷം സംഘത്തിൽ അംഗത്വം ഇല്ലാത്തവരായിട്ട് സ്ത്രീകളെ കരയോഗങ്ങളിൽ കാണരുത്. അത്രേ പറയുള്ളൂ.